ജൂലൈ 4, 2003 എന്നൊരു ഡേറ്റ് ദിലീപേട്ടൻ ഓർക്കുന്നുണ്ടോ? CID മൂസ. കാരണം CID മൂസ മാത്രമല്ല, ഒരുപാട് സിനിമകള്. അതെ, ആദ്യം ഇറങ്ങിയത് ശരിക്കും ജൂലൈ 4 ഇറങ്ങിയത് പറക്കും തളികയാണ്. അത് കഴിഞ്ഞിട്ട് മീശമാധവൻ വന്നു, പിന്നെ CID മൂസ വന്നു, പാണ്ടിപ്പട വന്നു. അപ്പൊ നോക്കുമ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വേറെ ആരും ഇല്ല. മനസ്സിലായില്ലേ? എപ്പോഴാണ് ഒരു ഗ്യാപ്പ് കിട്ടണേ നോക്കി നോക്കി ആണ് ജൂലൈ 4 പോയത്. പിന്നെ ഞാൻ നോക്കുമ്പോ 5ാമത്തെ റിലീസായപ്പോ ഒരു 10 പടം വേറെ. അങ്ങനെ നമ്മൾ വേറെ ഡേറ്റ് വേറെ സ്ഥലത്തേക്ക് പോയി. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ആ CID മൂസ ഈ പറഞ്ഞ പോലെ പറക്കും തളി ഇതൊക്കെ എടുത്താലും ദിലീപേട്ടനാണ് എല്ലാം ഒരു ട്രെൻഡ് സെറ്റർ ഇങ്ങനെ കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ പോസ്റ്റേഴ്സ് ഒക്കെ കാണുകയാണെങ്കിൽ ഭയങ്കര കിടിലൻ പോസ്റ്റേഴ്സ് ആയിരിക്കും. കാരണം നമ്മുടെ ആ പറക്കും തളികയിലേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, ബസ്, താമരാക്ഷൻ പിള്ള ബസ്, എലിയുടേത്, ഇതൊക്കെ കാണും. CID മൂസയിൽ ദിലീപേട്ടനും പട്ടിയും കൂടെ അർജുനും കൂടെ നിൽക്കുന്നതായിരുന്നു പോസ്റ്റേഴ്സിലൊക്കെ. പറഞ്ഞു വരുന്നുണ്ടപ്പോ എങ്ങടാണ് പോണേന്നൊന്നും പറയാൻ പറ്റില്ലേ. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇത്ര ഒരു 13 ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ്സ് ആണ് ഇന്ന് റോ ദിലീപ്. ശരിക്കും ഈ ഫ്ലെക്സിന്റെ ഇത് ആദ്യം മലയാള സിനിമയിൽ വരുന്നത് മീശമാധവനാണ്. മീശമാധവനിലാണ് ആദ്യം നമ്മൾ ഫ്ലെക്സ് കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മൾ GCDയുടെ മുമ്പിൽ ഫ്ലെക്സ് കാണാൻ വേണ്ടി ആൾക്കാർ വന്ന് നിൽക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എല്ലാ സിനിമകളിലും അതൊക്കെ വരാൻ തുടങ്ങി. 20 years back CID മൂസ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് ദിലീപേണ്ട സിനിമകൾ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 20 years മുമ്പ് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അല്ല ഏട്ടാ, 20 years എന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് 5 വയസ്സായിരുന്നു. പ്രായം കുറയ്ക്കാൻ നോക്കുക. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, സമ്മതിച്ച്. പിന്നെ ഇവിടെ CID മൂസ ഫാൻസ് എത്ര പേരുണ്ട്? കൈയടിക്കേ. അപ്പൊ ഈ CID മൂസയുടെ സമയത്ത് എലിപ്പനിയായിട്ട് അതൊരു ചിരിപ്പനിയായി എന്നൊക്കെയുള്ളൊരു പോസ്റ്റ് അതൊക്കെ നമ്മൾ പറഞ്ഞു ചിരിപ്പനിയാണ്. കാരണം അതിന്റെ ക്യാപ്ഷൻ തന്നെ ടേസ്റ്റ് ദ ബ്ലണ്ടർ എന്നാണ്. ഇപ്പൊ നമുക്ക് പണ്ട് പാരച്യൂട്ടില് ആളുകൾ തൂങ്ങി ഇറങ്ങണൊക്കെ കാണുമ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് 3-4 കുട കൂട്ടി പിടിച്ചാൽ താഴേക്ക് വരാൻ പറ്റൂലേ എന്നൊക്കെ. പക്ഷെ ആ സമയത്ത് സിനിമ ഇറങ്ങിയതിന് ശേഷം തൃപ്പൂണിത്തുറയിലൊരു കുട്ടി ഇതുപോലെ ടെറസിന് മുകളിൽ നിന്ന് കുടയായിട്ട് ചാടി കാലൊടിഞ്ഞു. അപ്പൊ നമ്മൾ കാണിക്കുന്ന ബ്ലൻഡേഴ്സ് ഒന്നും ആരും റിപ്പീറ്റ് ചെയ്ത് നോക്കരുത്. നമുക്ക് അത്യാവശ്യം റോപ്പൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമ്മൾ പിന്നെ CID മൂസ ചെയ്യുന്ന സമയത്ത് നമുക്കധികം ഈ ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയും അതങ്ങനെ എല്ലാ പടത്തിനും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല മലയാള സിനിമയ്ക്ക്. ആ സമയത്താണ് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അല്ല, ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഹരിശ്രീ അശോകേട്ടനൊക്കെ ഇങ്ങനെ സാൻഡ്വിച്ച് പോലെ ബെഡായിട്ട് വരുന്നു. പിന്നെ അതുപോലെ നമ്മളൊരു കൈവണ്ടിയിലേക്ക് കയറി അവിടെ ഒരാൾ ചാടി കഴിഞ്ഞപ്പോൾ മറ്റാൾ പൊങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന സമയമുണ്ടല്ലോ. ആണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ സാർ വരെ സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് മൂവീസിൽ ഒന്ന് CID മൂസയാണെന്ന് ഒരു ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.